ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇത്രയും നാൾ ഉണ്ടാക്കിയ ഐറ്റമല്ല. ഇന്ന് ഇപ്പോൾ ഈ മഴക്കാലവും മുഴമൂടലും ന്യൂനമർദ്ദമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ നാരങ്ങ കൂട്ടി കഞ്ഞി കുടിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അതിന് വേണ്ടിയിട്ട് വറുത്തരച്ച ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അച്ചാറല്ല, കറിയായിട്ട് ഉണ്ടാക്കുവാണ്. ഇതെല്ലാം ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയേക്കണതാണ്. ഇത് എല്ലാം ചേർക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ഞാൻ ചേർത്താക്കണത്. എല്ലാ പ്രാവശ്യവും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകം വാരിക്കെട്ടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ശരിയാക്കി വെച്ചുമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കൂട്ടി കഞ്ഞി കുടിച്ചാൽ വരിയാക്കി കഞ്ഞി കുടിക്കാൻ പറ്റും. നല്ല രസം ഉണ്ടാവും വായിക്ക്. പിന്നെ ഇത് കറിയായിട്ടെന്ന് പറഞ്ഞാൽ വറുത്തരച്ച കറി. നാരങ്ങ, വലിയ നാരങ്ങ, എന്നാൽ കപ്പ നാരങ്ങ എന്നും പറയാം. അത് എന്താ പറയുക, ഗണപതി നാരങ്ങ എന്ന് പറയും, കപ്പൻ നാരങ്ങ എന്ന് പറയും. പിന്നെ എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ എനിക്ക് ഓർഡർ വന്നേക്കണേ. ഇപ്പോൾ പിന്നെ ആയില്ലെങ്കിലും താന്ന് വിളിച്ച് പറയാൻ തുടങ്ങി. അത് വീട്ടിൽ കൊണ്ടുപോയി തിന്ന് കഴിയുമ്പോൾ ആയിക്കോളൂ എന്നാണ് പറയണത് എല്ലാവരും. സാധനങ്ങൾ തന്നേക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയാൽ വാരി തിന്ന് കഞ്ഞി വാരി കുടിക്കാൻ പറ്റും. ഏത് പനിക്കാർക്കും എത്ര രുചിയില്ലെന്ന് പറയണ കറി. ഇറച്ചി മീനൊക്കെ എന്നതിനാ? ഇറച്ചി മീനൊന്നും വേണ്ട കഞ്ഞി കുടിക്കണമെങ്കിൽ. വയറ് നിറച്ച് കഞ്ഞി കുടിക്കണമെങ്കിൽ ഇതാണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരിക, ഇഷ്ടം പോലെ കൊണ്ടുപോവുക, ലൈക്ക് ചെയ്യുക, അത് മറന്നു പോകേണ്ട ആരും. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക. ഹായ്, ടാറ്റ.